മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സഭയിൽ വായിച്ചതായിരുന്നു ബജറ്റ് സമ്മേളന ചർച്ചയെ പ്രക്ഷുബ്ധമാക്കിയത്. പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പുകളെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ തർക്കമുണ്ടാവുകയും മുദ്രാവാക്യം വിളിയിലേക്ക് എത്തിയതും ചെയ്തതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു. ഇന്നും നരവനെയുടെ ഓർമ്മക്കുറിപ്പ് ആയുധമാക്കി പ്രതിപക്ഷം ലോക്സഭയിലെത്തി. ലേഖനം വായിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതോടെ സ്പീക്കർ ഇടപെട്ട് തടഞ്ഞു. തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ 8 പേരെയാണ് ഇന്ന് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സഭയിൽ നിന്ന്. അപ്പോൾ ആരാണ് കരസേനാ മേധാവി ജനറൽ ആയിരുന്ന എം നരവനെ? എന്തിനാണ് നരവനെയുടെ പുസ്തകം വായിക്കുമ്പോൾ ഭരണപക്ഷം എതിർക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് ഇന്ന് സഭയിൽ നടന്നത് എന്നത് നോക്കാം. എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇന്നും വിഷയം ഉന്നയിക്കാൻ രാഹുൽ ശ്രമിച്ചു. ഇത് സംബന്ധിച്ച രേഖകളും സ്പീക്കർക്ക് കൈമാറി. എന്നാൽ വിഷയം ഉന്നയിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇന്നലെ റൂളിംഗിലൂടെ അനുമതി നിഷേധിച്ച കാര്യം വീണ്ടും ഉന്നയിക്കരുതെന്ന് സ്പീക്കർ രാഹുലിനോട് പറഞ്ഞു. പിന്നീട് മറ്റംഗങ്ങളെ സംസാരിക്കാനായി സ്പീക്കർ ക്ഷണിച്ചു. ഇതോടെയാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. അംഗങ്ങൾ പേപ്പർ വലിച്ചെറിഞ്ഞു. തുടർന്ന് സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായി. ഡയസിന് മുകളിലേക്കൊക്കെ കയറാനുള്ള ശ്രമം നടന്നു അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന്. വീണ്ടും 3 മണിവരെ സഭ നിർത്തിവെച്ചു. വീണ്ടും ചേർന്നു. ചേർന്നപ്പോഴാണ് ഈ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം മന്ത്രി കിരൺ റിജിജു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. തുടർന്ന് സസ്പെൻഷൻ നടപടികളിലേക്ക് സ്പീക്കർ കടക്കുകയുമായിരുന്നു. സഭാ കാലയളവ് കഴിയുന്നതുവരെയാണ് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ 8 പ്രതിപക്ഷ എംപിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അമരീന്ദർ സിംഗ് രാജ വാറിംഗ്, മാണിക്യം ടാഗോർ, ഗുർജീത് സിംഗ് ഓജ്ല, കിരൺ കുമാർ റെഡ്ഡി, പ്രശാന്ത് പോഡോലെ, എസ് വെങ്കടേശ്വരൻ എന്നിവരാണ് സസ്പെൻഷനിലായ മറ്റ് എംപിമാർ. ഇതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ ഇനി 11 മണിക്ക് വീണ്ടും സഭ ചേരും. ഈ സാഹചര്യത്തിലാണ് വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലും സഭയിൽ അവതരിപ്പിക്കാൻ ഭരണപക്ഷത്തിന് കഴിയാതെ പോയത്. അതാണ് നേരത്തെ പീയൂഷ് ഗോയൽ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് തുടർച്ചയായ 2ാം ദിവസവും ഈ വിഷയത്തിൽ സഭ തടസ്സപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ആരാണ് ഈ മനോജ് മുകുന്ദ് നരവനെ? ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവിയായിരുന്നു നരവനെ. 1980-ൽ സിഖ് ലെഡ് ഇൻഫൻട്രിയിലെ 7ാം ബറ്റാലിയനിലാണ് നരവനെയുടെ സർവീസിന്റെ തുടക്കം. പിന്നീട് രാഷ്ട്രീയ റൈഫിൾസിലും അസം റൈഫിൾസിലും സേവനമനുഷ്ഠിച്ചു അദ്ദേഹം. ഇക്കാലയളവിലെല്ലാം കശ്മീരിലെയും വടക്കു കിഴക്കൻ മേഖലകളിലെയും അതിർത്തികളിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ് നരവനെ. 2020-ലെ ഗാൽവാൻ സംഘർഷം, ലഡാക്കിൽ ഇന്ത്യ നടത്തിയ അടിസ്ഥാന സൗകര്യ വികസനം, ചൈനയ്ക്കെതിരായ അതിർത്തിയിലെ ശക്തിപ്രകടനം എന്നിവ നരവനെയുടെ സേവന കാലയളവിലാണ് നടന്നത്. വിശിഷ്ട സേവനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2019 ഡിസംബർ 16-നാണ് ജനറൽ ബിപിൻ റാവത്തിന്റെ പിൻഗാമിയായി കരസേനാ മേധാവി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. 2022 ഏപ്രിലിൽ അദ്ദേഹം പദവിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ഓർമ്മക്കുറിപ്പുകൾ ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ജനറൽ എം നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളാണ്, ആത്മകഥയാണ്. 4 സ്റ്റാൻഡ്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ 2023 ഒരു വാർത്താ ഏജൻസിയും നിരവധി മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ 2 വർഷമായിട്ടും പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തിട്ടില്ല. 2024 ആദ്യം പ്രസിദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന പുസ്തകത്തിന്റെ റിവ്യൂ പതിപ്പുകൾ 2023 ഡിസംബറിൽ ലഭ്യമാക്കിയിരുന്നു. പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ പലരും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുസ്തകം പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുവരെയും ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ പുസ്തകത്തിലെ വിവാദ ഭാഗം നേരത്തെ പുറത്തു വന്നതാണ്. ആ ഭാഗം സഭയിൽ വായിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. എന്താണ് ആ വിവാദ ഭാഗത്തിൽ പറയുന്നതെന്ന് നോക്കിയാൽ, കിഴക്കൻ ലഡാക്കിലെ റജുൻല മേഖലയിൽ 2020 ഓഗസ്റ്റിൽ ചൈനീസ് സൈന്യം നടത്തിയ നീക്കത്തിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കത്തിന് അനുമതി ലഭിക്കാൻ വൈകി എന്നതാണ് ആ ഭാഗങ്ങളിൽ പറയുന്നത്. ഒടുവിൽ സൈന്യം തീരുമാനിച്ചുകൊള്ളൂ എന്ന ഒരു മറുപടിയാണ് ലഭിച്ചതെന്ന് നരവനെ ഈ പുസ്തകത്തിൽ പറയുന്നു. ഇത് പുറത്തു വന്ന ഈ ലേഖനത്തിലെ ഭാഗങ്ങൾ, ഇത് ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ വായിക്കാൻ രാഹുൽ ഇന്നലെ ശ്രമിച്ചതാണ് സഭയിൽ ബഹളങ്ങൾക്കിടയാക്കിയത്. അതിന്റെ ഒരാവർത്തനം തന്നെയാണ് ഇന്നും സഭയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്
വിവാദമാകുന്നത് എന്നത് നമുക്ക് മനസ്സിലാകും. ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ചുകൊണ്ടാണ് ഈ പത്രക്കട്ടിങ്ങുകൾ, പുസ്തകങ്ങൾ, മറ്റ് അംഗീകാരമില്ലാത്ത കാര്യങ്ങൾ എന്നിവ സഭയിൽ ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്, ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ രാഹുൽ ഗാന്ധിയോട് ആ ഭാഗം ഒഴിവാക്കി പ്രസംഗം തുടരാൻ ഇന്നലെ സഭയിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ റൂളിംഗ് നൽകിയത് ഇന്ന് വായിക്കാൻ പാടില്ല എന്നതാണ് സ്പീക്കർ ഇന്ന് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? ഇതിൽ എതിർപ്പുന്നയിക്കാൻ ഭരണപക്ഷത്തെ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥ കാരണങ്ങൾ. ചൈനീസ് സൈന്യം ലഡാക്ക് അതിർത്തിയിൽ നടത്തിയ നീക്കത്തിന്റെ വിവരങ്ങൾ അറിയിച്ചിട്ടും തീരുമാനമെടുക്കുന്നതിൽ വൈകി എന്നതാണ് ഇതിൽ പരാമർശിക്കുന്നത്. 2020 ഓഗസ്റ്റ് 31 ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് തൊട്ടടുത്തെത്തിയപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നതിൽ സർക്കാരിന് യാതൊരു വ്യക്തതയും ഇല്ലായിരുന്നു എന്നതാണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത്. ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത്, പക്ഷേ വെടിവെക്കരുത് എന്ന ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സന്ദേശമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന ആണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഉത്തരവാദിത്തം സൈന്യത്തിനു മേൽ കെട്ടിവെച്ച് തിരിച്ചടി തുടങ്ങണമോ വേണ്ടയോ എന്ന വലിയ തീരുമാനം സർക്കാർ എടുക്കുന്നതിന് പകരം സൈനിക കമാൻഡർമാരുടെ വിവേചന ബുദ്ധിക്ക് അത് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ആ സമയത്തുണ്ടായത് എന്നതാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ ഉപസമിതി ചേർന്ന് വേണം ഇക്കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കാൻ. അത് സർക്കാരിന്റെ തീരുമാനമായിരിക്കും. പക്ഷേ മന്ത്രിസഭാ ഉപസമിതി ചേർന്നില്ല. അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനം സൈന്യത്തിന് നൽകിയില്ല. ഇതൊരു വലിയ സൈനിക നീക്കത്തിനാവശ്യമായ രാഷ്ട്രീയ പിന്തുണയുടെ വലിയ അഭാവമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ആ രീതിയിലാണ് വിമർശിക്കപ്പെടുന്നത്. അതൊരു വീഴ്ചയാണ്. അതാണ് പ്രധാന കാരണം. അതിർത്തിയിൽ ചൈന കടന്നു കയറിയിട്ടില്ല എന്നതാണ് പ്രധാനമന്ത്രിയുടെ മുൻപത്തെ പ്രസ്താവന. അദ്ദേഹം സഭയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളതാണ്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് നരവനെയുടെ ഈ വെളിപ്പെടുത്തലുകൾ. അവിടെ നിന്ന് കടന്നുകയറ്റമുണ്ടായി, അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതാണല്ലോ ഈ ചോദ്യം. ഇക്കാരണങ്ങളാലാണ് ഈ പുസ്തകം പുറത്തിറങ്ങാത്തത്, സഭയിൽ അത് വായിക്കാൻ പോലും അനുമതി നൽകാത്തത് എന്നതാണ് മനസ്സിലാകുന്നത്. അത് ഭരണപരമായ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതാണ് എന്നതുകൊണ്ടാണ് അതിന് പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അനുമതിയും ഒപ്പം തന്നെ ഇത് സഭയിൽ ഉന്നയിക്കാനുള്ള അനുമതിയും നിഷേധിക്കുന്നത് എന്നതാണ്. പക്ഷേ അതിന് ചൂണ്ടിക്കാട്ടുന്നത് ഈ സഭാ നടപടി ക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങളാണ്. ഇങ്ങനെ പുസ്തകങ്ങളോ കട്ടിങ്ങുകളോ ഒന്നും സഭയിൽ വായിക്കരുത് എന്നതാണ്. അതാണ് സഭയെ ഈ രീതിയിൽ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ആ വീഴ്ച ആവർത്തിച്ച് ഉറപ്പിക്കാനും ചൂണ്ടിക്കാട്ടാനുമാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ഈ വിഷയം സഭയിൽ കൊണ്ടുവരുന്നത്. ഇന്നലെ അതിനുള്ള ശ്രമമാണ് നടത്തിയത്. ഇന്നും അതേ വിഷയം ഉന്നയിച്ച് അതേ കട്ടിങ്ങുകളുമായി, ലേഖനത്തിന്റെ കട്ടിങ്ങുകളുമായി രാഹുൽ ഗാന്ധി എത്തുന്നതും ആ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ്. പ്രതിപക്ഷം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. അതാണ് ഭരണപക്ഷത്തെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നത്. അതൊരു ഭരണവീഴ്ചയുടെ രേഖ ആയതിനാലാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കാത്തത്. അത് അവതരിപ്പിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള അനുമതിയും നൽകാതെ ഭരണപക്ഷവും ശക്തമായ നിലപാട് അവിടെ സ്വീകരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.